നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഒരു വയസ്സായ മകളുമായി കാമുകിക്കൊപ്പം നാടുവിട്ട് കള്ളനോട്ടുമായി തിരുരങ്ങാടി പോലീസിന്റെ പിടിയിലായ യുവാവിനെ റിമാൻഡ് ചെയ്തു. മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശി എലിവളപ്പിൽ സഫീറിനെയാണ് കള്ളനോട്ട് കേസിൽ പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഇയാളെ തിരൂർ ജയിലിലേക്ക് മാറ്റി. അതേസമയം കള്ളനോട്ട് കേസിൽ സഫീറിന്റെ കൂട്ടാളികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ ജോലി ചെയ്യുന്നവരും കോഴിക്കോട് മുക്കം സ്വദേശി വിഷ്ണു, മലപ്പുറം സ്വദേശി അബി എന്നിവരെക്കുറിച്ചാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇവരെ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് കള്ളനോട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് തിരുരങ്ങാടി CI KT ശ്രീനിവാസൻ അറിയിച്ചു. ജൂൺ 25-ന് സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോകാനെന്ന വ്യാജേന 1 വയസ്സുള്ള മകൾ ഇനായ മെഹ്റിൻ എന്ന കുട്ടിയെയും കൊണ്ട് പന്താരങ്ങാടി 16-കല്ലെ ഭാര്യ വീട്ടിൽ നിന്നും മുങ്ങിയ സഫീർ കാമുകിയായ സഞ്ജിത ചാറ്റർജിക്കൊപ്പം നാടുവിടുകയായിരുന്നു. തുടർന്ന് ഭാര്യയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച തിരുരങ്ങാടി പോലീസ് കഴിഞ്ഞ മാസം 29-ന് കൊൽക്കത്തയിലെ ഠാക്കൂർ പാക്കൂർ എന്ന സ്ഥലത്ത് നിന്ന് സഫീറിനെയും കുഞ്ഞിനെയും കാമുകിയായ സഞ്ജിതയെയും പിടികൂടുകയായിരുന്നു. SCPOമാരായ രാകേഷ്, പ്രജീഷ്, സുജാത, CPO സരിത എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ കൊൽക്കത്തയിൽ നിന്നും പിടികൂടി നാട്ടിലെത്തിച്ചത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത്. ബാഗിലെ പ്രത്യേക അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കള്ളനോട്ടുകൾ. 500-ന്റെ 791 നോട്ടുകളാണ് കണ്ടെത്തിയിരുന്നത്. ചെന്നൈയിലെ ബിസിനസ് പാർട്ണറും സൈനികനുമായ മുക്കം സ്വദേശി വിഷ്ണു, മലപ്പുറം സ്വദേശിയായ അബിക്ക് നൽകിയ പണം ഇയാളുടെ ക്വാർട്ടേഴ്സിൽ നിന്നും വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം എടുത്തതാണ് എന്നാണ് പോലീസ് ചോദ്യം ചെയ്തതിൽ സഫീർ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാമുകിയോടൊപ്പമുള്ള ആഡംബര ജീവിതത്തിന് പലപ്പോഴായി ഈ നോട്ടുകൾ ഉപയോഗപ്പെടുത്തിയതായാണ് പോലീസിന് സംശയം. കേസിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം കൊൽക്കത്തയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന സഫീറിന്റെ കാമുകി സഞ്ജിത ചാറ്റർജിയെയും 6 വയസ്സുള്ള മകനെയും തവന്നൂർ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയതായും ഇവർ ഗർഭിണിയാണെന്നും പോലീസ് അറിയിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സഞ്ജിത ചാറ്റർജിയെ സഫീർ പരിചയപ്പെടുന്നത്. 5 മാസത്തോളമായി ഇവർ ബന്ധത്തിലാണെന്നാണ് വിവരം. സഞ്ജിത ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.